എന്നെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും സമാധാനം, എല്ലാ മേഖലയിലും സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണുവാൻ കഴിയും. കുടുംബങ്ങളിലാകട്ടെ, സമൂഹങ്ങളിലാകട്ടെ, രാഷ്ട്രീയമായുള്ള കാര്യങ്ങളിലാകട്ടെ നോക്കുമ്പോഴൊക്കെ നമുക്ക് സമാധാനമില്ലാത്ത അനുഭവങ്ങൾ കാണുവാൻ കഴിയും. സമാധാനം നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരിറ്റ നേരത്തെ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ കടന്നു വരാമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ കേൾക്കുന്ന പത്രമാധ്യമം കേൾക്കുന്നൊരു കാര്യമാണ്. അമ്മി ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്നു, അല്ലെങ്കിൽ ആറ്റിൽ ചാടുന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോയി അവർ ആത്മഹത്യ നമുക്ക് കാണുവാൻ കഴിയും. എങ്ങ് സമാധാനം നഷ്ടപ്പെട്ട് കൊണ്ടുവരിക്കുമ്പോൾ ഞങ്ങൾ സമാധാനത്തിന് ഉറവയായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരു കാലത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയി. കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റി കളഞ്ഞ ഒരു സ്ഥാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു സമയങ്ങളിൽ ഒന്നും സമാധാനമില്ലാതെ കഴിക്കുവാൻ, ഞങ്ങൾക്ക് സമാധാനത്തിൽ കഴിക്കുവാൻ കഴിയാതിരുന്ന സമയം, വെളിയിൽ ഇറങ്ങിയാൽ തന്നെ മറ്റുള്ളവരുടെ ഇടപെടലും സംസാര നിമിത്തം നമ്മുടെ സമാധാനങ്ങളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഞങ്ങൾക്ക് മാറ്റം വരുത്തിയത് നിത്യമായ സമാധാനം നൽകുന്ന യേശുക്രിസ്തുവിനോട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെല്ലാം പൈസ കിട്ടിയാൽ സമാധാനം ലഭിക്കുമോ? കുഞ്ഞുങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ നിലകളെത്തിയ സമാധാനം ലഭിക്കുമോ? സമാധാനം രാത്രികൾ ഉറങ്ങുവാൻ കഴിയാത്ത എത്രയോ നമുക്ക് നോക്കുമ്പോൾ വീടുകളൊക്കെ ഭയങ്കരമായ വലിയ വലിപ്പം നമ്മൾ വീടുകൾ വെച്ചാലും സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുമില്ല. ഈ സമാധാനം നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പ്രസംഗിക്കുവാനുള്ളത്. നമ്മുടെ സമാധാനം നമുക്ക് പ്രിയപ്പെട്ട നമുക്ക് സമാധാനം നൽകാൻ കഴിയുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സമാധാനം നൽകാൻ കഴിയുമോ? അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥകൾക്ക് നമുക്ക് സമാധാനം നൽകാൻ കഴിയുമോ? ഇതൊന്നും കഴിയുകയില്ല. നമുക്ക് യഥാർത്ഥമായി മനസ്സിലാക്കാൻ കഴിയുന്നാൽ സമാധാനം നൽകുന്ന, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നല്ല ചെയ്ത ഒരു നല്ല കർത്താവിൻ്റെ സ്നേഹ ശബ്ദമാണ് ഞങ്ങൾ ഇന്ന് അല്ലെങ്കിൽ ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് കൈമാറുന്നത്. ഒരു കാലത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയി, കുടുംബങ്ങളിൽ നിന്ന് പോലും ഞങ്ങളെ മാറ്റിയ അനുഭവങ്ങളുണ്ടായിരുന്നു. ഒരു കാലത്ത് നന്നാവത്തില്ല, അല്ലെങ്കിൽ നിനക്ക് ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശാപവാക്കുകൾ കേട്ട് ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് അവരുടെ മുമ്പിലൊക്കെ ശ്രേഷ്ഠതയോടെ മാന്യതയോടെ തല പിടിച്ച് ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിടിവെച്ച് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന കുപ്പയിൽ നിന്നും അല്ലെങ്കിൽ കുഴഞ്ഞ ചേറ്റുകളിൽ നിന്നും പാപത്തിന്റെ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ വിടിവെച്ച് ഇതുവരെയും കൊണ്ടുവന്ന ആ നല്ല ദൈവം മാത്രമാണ്. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഒരുപക്ഷെ നമ്മെ സഹായിക്കാൻ കഴിയും, സാമ്പത്തികമായിട്ടായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവർ പോലും നമ്മളെ ഉറ്റിക്കളയുന്ന അനുഭവങ്ങളുണ്ട്, നമ്മളെ ചേർത്ത് നിർത്തി നമ്മൾ തള്ളിക്കളയുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഒരു നല്ല കർത്താവിനെയാണ് ഞങ്ങൾ ഈ പകൽക്കാലം ഉയർത്തുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥലം എന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് അവിടെയാണ് ഞങ്ങൾ അയക്കുന്നത്. പല ദേശങ്ങളിലും ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയി ഞങ്ങൾ സുവിശേഷം പറയുവാനിടയായി. ഞങ്ങൾക്ക് മനുഷ്യരെ ഉയർത്തുവാനില്ല, മതങ്ങളെ ഉയർത്തുവാനില്ല. ഞങ്ങൾക്ക് ഉയർത്തുവാനുള്ളത് ഒറ്റ ഒരു നാമം, അത് കർത്താവിന്റെ നാമം മാത്രമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ നാമത്തിൽ മാത്രമേ സകലതും കഴിയത്തുള്ളൂ. ഒരു മനുഷ്യനെ വിടുവിക്കുവാൻ, അവന്റെ പാപങ്ങൾ അവനെ വിടുവിക്കുവാൻ, അവന്റെ അവസ്ഥകൾ അവനെ മാറ്റം വരുത്തുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമുക്ക് പറയാം, ഇന്ന ആൾ വന്നാൽ ഇന്നത് മാറുമെന്ന് പറഞ്ഞാലും നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഈ അധ്വാനിച്ചതിന്റെ നന്മ നമ്മൾ മുന്നോട്ട് അനുഭവിക്കണമെങ്കിൽ, അതിന് വർധന ഉണ്ടാകണമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വർധനകളായി മാറണമെങ്കിൽ, അത് നമ്മുടെ പുറം മോടികളായിട്ടല്ല, അത് പുറമേ നമ്മുടെ പ്രദർശനമായി മാറണമെങ്കിൽ അതിനൊക്കെ കഴിയുന്ന ഒരു ദൈവം യേശു കർത്താവ് മാത്രമാണ്. പ്രിയപ്പെട്ട, ഞങ്ങൾ ഒരു കാലത്ത് ഒറ്റയ്ക്ക് ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നല്ല നിലവാരം ജീവിച്ചവരാണ്. ഞങ്ങൾ ഒന്നുമില്ലാത്തവരല്ല, ഞങ്ങൾ ജോലി ഇല്ലാത്തവരല്ല. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ പല ആൾക്കാരും പറയേണ്ടത് ഒന്നുമില്ലാതെ പണിയില്ലാതെ ഇവരൊക്കെ ഇറങ്ങാനല്ല. ഞങ്ങൾക്കൊക്കെ ജോലിയുണ്ട്. ഞങ്ങൾക്ക് ആ കിട്ടുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഒരു ഒഴിവ് കിട്ടുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സുവിശേഷ പ്രസംഗങ്ങളുമായി ദേശാന്തരം കടന്നു ഞങ്ങൾ ചെല്ലുന്നത്. അപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന യേശു ഉള്ളത് കൊണ്ടാണ്, നിങ്ങളെ അറിയുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണ്, സ്നേഹമാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. മാതാപിതാക്കൾ സ്നേഹം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് അറിയാതെ, ഒരു പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കലങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ
ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ വൃദ്ധസാധനങ്ങൾ കൊണ്ട് കളയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. 10 മാസം പോറ്റി വളർത്തി അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം കൊടുത്ത് അവരെ കഴിക്കുന്നതിന് എല്ലാം പങ്ക് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തി മാതാപിതാക്കൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാണ് പോകുന്നത്? ആ മാതാപിതാക്കൾ യഥാർത്ഥമായി സ്നേഹിക്കാൻ മക്കൾ കഴിയുന്നുണ്ടോ? ചെറിയൊരു കാര്യം പറയുമ്പോഴും മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്ന മക്കളെ നമ്മൾ കാണുവാൻ കഴിയുന്നില്ലേ? അവർക്ക് അവരുടെ യൗവന കാലത്തിലെ രക്തവും അവരുടെ ആരോഗ്യം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ പോലും ഇന്ന് മാതാപിതാക്കൾ നോക്കാൻ കഴിയാതെ വൃദ്ധസ്ഥലങ്ങൾ തള്ളുമ്പോൾ ആ ഹൃദയങ്ങൾ വേദന നിങ്ങൾ കാണുന്നില്ലേ? അല്ലെങ്കിൽ അത് കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മൾ മറക്കരുത്. കാരണം മാതാപിതാക്കളുടെ അതായത് ദൈവവചനത്തിൽ പറയുന്നുണ്ട്, അമ്മ കുഞ്ഞിനെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പൊ അമ്മ പോലും മറക്കാം, കുഞ്ഞുങ്ങൾ പോലും മറക്കാം. എന്നാൽ ഇതൊന്നൊക്കെ കാണുന്ന ദൈവമുണ്ട്, നാം മറന്നു പോകരുത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാതെ, കരുതേണ്ട പോലെ കരുതാതെ, നോക്കേണ്ട പോലെ നോക്കാതെ എങ്ങനെയൊക്കെ ജീവിച്ചിട്ട് അവസാനം കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ അയ്യോ അവരാണ് ഇവരാണെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മ നിങ്ങളെ ആരും കരുതുവാനില്ലെങ്കിലും നിങ്ങളെ ആരും നോക്കുവാനില്ലെങ്കിലും അമ്മ എൻ്റെ മേൽ നിങ്ങളൊന്ന് ഭാരങ്ങളെ ഒന്ന് പുലർത്തുവാൻ ഇടുവാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവം നിങ്ങളെ പുലർത്തുവാൻ ഇടയായിത്തീരും. ഈ ദേശനിവാസികളെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. സമാധാനമില്ലാത്ത അനുഭവം നിങ്ങൾ കടന്നു പോവുകയാണോ? അധ്വാനിച്ചിട്ടും ഒന്നും കൂട്ടിവെക്കാൻ കഴിയാതെ എല്ലാ നഷ്ടങ്ങളുടെ അനുഭവങ്ങൾ കടന്നു പോവുകയാണോ? നിങ്ങളൊരു വിടുവിക്കുന്ന ദൈവം ഈ ലോകത്തെ മാത്രമല്ല നിത്യമായ ഒരു സമാധാനം തരുവാൻ, നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ യേശുവിനെ മാത്രമേ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപമുണ്ട്. ഞാൻ പാപം ചെയ്തില്ലെന്ന് ആർക്കും പറയാൻ, കാരണം നമുക്കറിയാം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യ മനുഷ്യനായി ആദാം പാപം ചെയ്തതിന് പരിണതഫലമായി ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളായിരുന്നു. ഈ പാപത്തിന് വിടുവിക്കുവാൻ ഒരു മനുഷ്യന് കഴിയത്തില്ല. പാപിയായ ഒരു മനുഷ്യനെ പാപത്തിൽ കിടക്കുന്നതിനെ വിടുവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യനായി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് അമ്മ എങ്ങനെ ജീവിക്കണമെന്ന് തന്റെ മക്കൾക്ക് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്ത് അപ്രകാരം ജീവിക്കാൻ കാണിച്ചു കൊടുത്ത ശേഷം യേശു മരിച്ചു. അമ്മ കാൽവരി കുരിശിക്ക് തറക്കപ്പെട്ടു. അല്ലെ, ആ ക്രൂശമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടിയാണ് കാൽവരി കുരിശ് കർത്താവ് മരണം ഏറ്റുവാങ്ങും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി. തിരുവചനം പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ അടിപ്പിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. അപ്പൊ യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യമുണ്ട്. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് വിശ്വാസം ആയിരിക്കുന്നില്ല, നിങ്ങൾ കറുത്തവെന്നോ വെളുത്തവെന്നോ ആയിരിക്കുന്നില്ല, നിങ്ങളുടെ ജാതി ഇവിടെ നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, നമ്മുടെ ഹൃദയം നോക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് കർത്താവ് എന്നെ സൗഖ്യമാക്കണമേ. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എല്ലായിടത്തും പോയി അവസാനം കുഴഞ്ഞ് മറിഞ്ഞ് ഒന്നുമില്ലാത്ത അനുഭവങ്ങൾ ആയിരിക്കുന്നെങ്കിൽ അപ്പോഴും ഹല്ലേലൂയ നിങ്ങൾക്ക് ഒരു വാക്ക്, കർത്താവ് എന്നെ ഒന്ന് വിടുവിക്കണമേ, ഞാൻ എല്ലാം ചെയ്ത് എനിക്കിനി വയ്യ, അങ്ങ് എന്നെ ഒന്ന് പുലർത്തണമേ, അങ്ങ് വിടുവിക്കണമേ എന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ നാവ് കൊണ്ട് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവ് സകല മനുഷ്യരുടെ ദൈവമാണ്. ക്രിസ്ത്യാനിയുടെ അല്ലെ ഇന്ന ആളുടെ ദൈവമാണെന്നല്ല ദൈവവചനം പറഞ്ഞത്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്. ആ കർത്താവിന്റെ സ്നേഹം സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരുടെ, ഈ ഭൂമിയിലെ ജീവിതം എല്ലാം കഴിഞ്ഞ് എല്ലാം നമ്മൾ ജീവിച്ച് മരിച്ചു പോയാൽ നമ്മുടെ നിത്യത എവിടെയാണ്? നമ്മുടെ ആത്മാവ് നമ്മൾ എവിടേക്ക് പോകും? നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുവാൻ ഇടയാണ്. കാരണം ഈ മരണശേഷം സ്വർഗം നരകം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പല ആൾക്കാരും മനുഷ്യശേഷം ഒന്നും അറിയണ്ടായല്ലോ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ അതിനുശേഷവും അറിയണം. ഈ ഭൂമിയിലെ കഷ്ടതകൾ അനുഭവിച്ച് പിന്നെ മരണശേഷവും ഒരു കഷ്ടതയിലേക്ക് നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ അഗ്നിയുടെ അനുഭവം, അതായത് ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള അവിടേക്ക് നമ്മുടെ ആത്മാവ് നഷ്ടമായി പോകാതെ ഇന്ന് തന്നെ രക്ഷാ ദിവസമാണ്. ഇത് സുപ്രധാന ദിവസമാണ്. ആ രക്ഷയിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ, യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിപ്പാൻ, അപ്പായൊന്ന് വിളിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ദൈവം ഇടയാക്കട്ടെ. ഈ ദേശത്ത് ഇങ്ങനെ ഒരു സന്ദേശം ഞങ്ങൾ കൈമാറുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാക്കിയ വിധങ്ങൾക്കായി സ്തോത്രം.